ധന്യ, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി വിലയിരുത്തുന്നതാണ് നിശബ്ദ പ്രചരണ ദിവസം. അടിയൊഴുക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നിർവചിക്കാൻ കഴിയാത്ത ദിവസമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസങ്ങൾ. ഈ പരസ്യ പ്രചരണം അവസാനിച്ച രാത്രി, പിറ്റേന്നുള്ള നിശബ്ദ പ്രചരണ ദിവസം, പിറ്റേന്ന് രാവിലെ 7 മണിയുള്ള സമയങ്ങൾ. അതാണ് അടിയൊഴുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗത്തെ നിർണ്ണയിക്കുന്നത്. ഇന്നലെ പരസ്യപ്രചരണം അവസാനിച്ചതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ്റെ ഇത്തരത്തിലുള്ള ഒരു വാചകം. അത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് RSSുമായി ഞങ്ങൾ നേരത്തെ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് വിവാദമായാലും കുഴപ്പമില്ല, അതാണ് വാക്റ്റ് എന്ന് പറയുക വഴി അദ്ദേഹം കൈവിട്ട് പറഞ്ഞതാണോ എന്ന് തോന്നൽ ചിലർക്ക് ഉണ്ടായേക്കാം. പക്ഷെ കൈവിട്ട് പറഞ്ഞതാണോ എന്ന സംശയം സാധാരണ രാഷ്ട്രീയം നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് കൈവിട്ട് പറഞ്ഞതല്ല എന്ന തോന്നലും ഉണ്ടാക്കിയേക്കാം. എന്തായാലും അത് നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനം ഉള്ള മേഖലയാണ് നിലമ്പൂർ എന്നുള്ളത്. ഭൂരിപക്ഷ സമുദായത്തിന് അതേപോലെ സ്വാധീനമുള്ള മേഖലയാണിത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള തോന്നൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് രാവിലെ എം സ്വരാജിനോട് ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിക്കുന്നത്. രാവിലെ 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ അഭിമുഖം ഞാൻ താൻ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ചരിത്രത്തെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ചരിത്രത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. 1977 അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെതിരെ ഒരു വിശാല സഖ്യം രൂപീകരിക്കുന്നുണ്ട്. ആ വിശാല സഖ്യത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ടൊരു ജനതാ പാർട്ടി, അതിനകത്ത് ജനസംഘമുണ്ട്. ജനസംഘം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് RSSൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ ജനതാ പാർട്ടി അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ ജനതാ പാർട്ടിയുമായിട്ട് ചേർന്നിട്ടുകൊണ്ടാണ് ആ സഖ്യം രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ നിലനിൽക്കുന്നത്. 1977 കഴിഞ്ഞ ഒരു 4 ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുന്നുണ്ട്. അത് കാസർഗോഡ്, അതുപോലെ തന്നെ തലശ്ശേരി, തിരുവല്ല, പിന്നെ പാറശാല, ഈ 4 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാടിനോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, RSSന് സ്വാധീനം കൂടുതലായിട്ടുള്ള ജനതാ പാർട്ടിയുമായി നിങ്ങൾ സഹകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ടാണ് എം സ്വരാജ് അതിനെ ന്യായീകരിക്കുന്നത്. അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ RSSനുമായി ഞങ്ങൾ സഹകരിച്ചു എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന അദ്ദേഹം തിരുത്തി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കുറേ ചരിത്രം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജനതാ പാർട്ടിയിൽ ജനസംഘത്തിൻ്റെ സ്വാധീനം, അതായത് RSSൻ്റെ സ്വാധീനം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ CPM അതിൻ്റെ ഭാഗത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. പിന്നീട് RSSൻ്റെ സ്വാധീനം കൂടുതലായിട്ടുള്ള ജനതാ പാർട്ടിയുമായി സഹകരിച്ചത് കോൺഗ്രസ് ആണ്. അത് രാജഗോപാൽ മത്സരിച്ച സമയത്ത്, പിന്നീട് KG മാരാർ മത്സരിച്ച സമയത്തടക്കം അതുണ്ടായിട്ടുണ്ട്. പിന്നീട് ബേപ്പൂർ വടകര മോഡൽ പരിപാടി അത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി അതിനെ നേരിടാൻ വേണ്ടിയുള്ള ചില വാക്കുകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് വലിയ ചർച്ചയായി മാറിയ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വിശദീകരണങ്ങളുമായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വരുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ചിലപ്പോൾ ഒരു സ്ലിപ്പായിരിക്കാം, നാക്കിൻ്റെ സ്ലിപ്പായിരിക്കും, പക്ഷേ സ്ലിപ്പ് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം പറയുന്നത് ജനസംഘം എന്ന് പറയുന്നത് അതിനകത്തുണ്ടായിരുന്നു. ജനസംഘം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും RSS ആണ്. RSS അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ RSSുമായിട്ടുള്ളൊരു സഹകരണം അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുക കൂടിയാണ് എം വി ഗോവിന്ദൻ ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വീടാന്തരം കയറി UDF അത് പറയുന്നുണ്ട്. അതിനെ തിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ LDFൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നാളെ എന്തായാലും രാവിലെ 7 മണിക്ക് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്.